എല്ലാവർക്കും മാർക്കറ്റ് വ്യൂയിലേക്ക് സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് ആറ്റിങ്ങൽ ജംഗ്ഷനിലോട്ട് ഓണക്കാഴ്ചകൾ കാണാൻ പോയാലോ എന്നുള്ളത്. അങ്ങനെ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി കാറെടുത്ത് കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. യാത്രക്കിടയിലാണ് തോന്നിയത് എന്തുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്ത് കാഴ്ചക്കാരിൽ എത്തിച്ചുകൂടാ എന്നുള്ളത്. ഉടനെ തന്നെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണാൻ ചാൻസുകൾ കൂടുതലാണ്. ഞങ്ങൾ പോകുന്ന വഴി ഒരു പൂക്കടയുണ്ട്. അവിടെ നിന്ന് എന്തായാലും പൂക്കൾ, നാളത്തെ അത്തത്തിനുള്ള പൂക്കൾ വാങ്ങാനായിട്ട് തീരുമാനിച്ചു. സോ അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ നിന്ന് പൂക്കളും വാങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കച്ചേരി ജംഗ്ഷനിൽ പോയി വണ്ടി പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും കിട്ടുന്ന ഒരു പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് കാഴ്ചകൾ കാണാനുള്ളൊരു പ്ലാനാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കച്ചേരി ജംഗ്ഷനിൽ നിന്നും ഹൈവേ സൈഡ് വഴി KSRTC സ്റ്റാൻഡിലോട്ട് പോകാനാണ്. അപ്പോൾ ആ ഒരു 1 കിലോമീറ്റർ ദൂരത്തുള്ള കാഴ്ചകളാണ് ഞങ്ങളിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്ത് ജംഗ്ഷനിലോട്ട് നടന്നു. വണ്ടി പാർക്ക് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. കാരണം പാർക്കിംഗ് കിട്ടിയ ഏരിയയിൽ പാർക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഉള്ളയിടത്ത് പാർക്ക് ചെയ്ത് വേഗം തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ജംഗ്ഷനിലോട്ട് വന്നു. ഇതാണ് ജംഗ്ഷനിലെ കാഴ്ചകൾ. കച്ചേരി ജംഗ്ഷനിലെ സ്റ്റാച്യുവും പോസ്റ്റ് ഓഫീസും പരിസരത്തുള്ള ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ നേരെ ഈ കാണുന്നത് ആറ്റിങ്ങൽ സിവിൽ സ്റ്റേഷനാണ്. ഇത് വളരെ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. ഇതിന് പുറകെ കുറച്ചധികം ഗവൺമെൻറ് ഓഫീസസും കാര്യങ്ങളുണ്ട്. നമ്മുടെ കോടതിയും ആറ്റിങ്ങൽ കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം ആ ഭാഗത്താണ് വരുന്നത്. കൂടാതെ ഇലക്ട്രിസിറ്റി ഓഫീസും BSNL ഓഫീസും എല്ലാം ആ ഭാഗത്ത് തന്നെയാണ്. അതായത് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, നേരെ ബസ് സ്റ്റാൻഡിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. വണ്ടി ഒന്ന് സൈഡിലോട്ട് മാറ്റാനായിട്ട് ഞങ്ങൾ സഹായിച്ചു. പുള്ളി പറഞ്ഞത് വണ്ടിയുടെ ബാറ്ററിയിൽ എന്തോ കംപ്ലൈൻ്റ് എന്നാണ്. പുള്ളി എന്തായാലും ഒരു ടെക്നീഷ്യനെ വിളിക്കുന്നുണ്ട്. നമുക്കെന്തായാലും വീണ്ടും കാഴ്ചകളിലേക്ക് പോകാം. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. കാരണം അവിടുത്തെ സൗണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ എന്തോ ഡാൻസ് പ്രോഗ്രാമാണോ അതോ എന്തെങ്കിലും കലാപരമായിട്ടുള്ള പ്രോഗ്രാമാണോ എന്നറിയില്ല. എന്തായാലും എന്തോ പ്രോഗ്രാം നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് കയറാം. ഒരു വലിയ സ്റ്റേജൊക്കെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ന് കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാംസാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. കുറച്ച് നാളായി ഇത്തരം പ്രോഗ്രാംസ് എവിടെയെങ്കിലും ഇരുന്ന് കണ്ടിട്ട്. എന്തായാലും ഒരു 1-2 പ്രോഗ്രാംസ് നമുക്ക് ഇവിടുത്തെ ആസ്വദിച്ചതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. മൊത്തത്തൊരു തെയ്യത്തിൻ്റെ പ്രോഗ്രാമാണ്. അത് ഭയങ്കര രസമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം തെയ്യമെന്ന് പറയുമ്പോഴേ അല്ലെങ്കിൽ കേൾക്കുമ്പോഴേ നമുക്ക് കണ്ണൂരൊക്കെയാണ് ഓർമ്മ വരുന്നത്. അവിടെ എനിക്ക് കുറച്ചധികം സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത് കാണുന്നത്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി ഒരു പ്രോഗ്രാമും കൂടെ കണ്ടിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനാണ് നമുക്കുള്ളത്.
അടുത്തത് വീണ്ടും കുട്ടികളെ അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് പ്രോഗ്രാമാണ്. എന്തായാലും ഇതും കൂടെ കണ്ടിട്ട് വീണ്ടും വഴിയോര കാഴ്ചകളിലേക്ക് പോകാം. അനിയന്റെ മോനും അനിയത്തിയുടെ മോൾക്കും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങണം. അടുത്ത ലക്ഷ്യം ഈ കൂട്ടത്തിൽ അതും കൂടെയാണ്. അങ്ങനെ ആ 3 പ്രോഗ്രാമും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങളുടെ ലക്ഷ്യം കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങുക, കൂടാതെ മുതിർന്നവർക്കും എന്തെങ്കിലും കമ്മലോ വളയോ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും കൂടെ വാങ്ങുക എന്നുള്ളതാണ്. ഈ കടയിൽ നിന്ന് ഞങ്ങൾ 2 കമ്മൽ വാങ്ങി. 2 കുട്ടികളായിരുന്നു ഇതിൽ കച്ചവടക്കാരായി നിന്നിരുന്നത്. അങ്ങനെ കമ്മലും വാങ്ങി തുണികളൊക്കെ കിട്ടുന്ന ഈ ഏരിയയിലോട്ട് വന്നു. സമയം ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഇവിടെ എല്ലാവരും ക്ലോസ് ചെയ്യാനുള്ള തിരക്കിലാണ്. അധികം നേരം ഇവിടെ നിൽക്കാതെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടുന്ന ഏരിയയിലോട്ട് നീങ്ങി. ഇവിടെ എല്ലാവരെയും ആകർഷിക്കുന്ന പോലെ ഒരു ചേട്ടൻ പമ്പരമൊക്കെ കറക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ സാധനങ്ങളെല്ലാം വാങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ വാങ്ങുന്ന സമയത്ത് ഞങ്ങൾ അവരോട് കുറച്ച് ഐറ്റംസ് വീഡിയോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അവർ സമ്മതം മൂളുകയും അവർ ചെയ്തൊരു സഹായം എന്ന് പറയുന്നത് അവർ കുറച്ചൊക്കെ ഐറ്റംസ് അവർ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീണ്ടും ഓപ്പൺ ചെയ്ത് ഞങ്ങൾക്ക് ജസ്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് കാണിച്ചിരുന്നു. അതിൽ 1-2 ഐറ്റംസ് ആണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാഴ്ചകളൊക്കെ അവസാനിക്കുന്നതിന് മുന്നേ കുട്ടികൾക്കെല്ലാം വിശന്ന് തുടങ്ങി. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ളൊരു പരിപാടിയാണ്. ഈ വഴിയോര കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഓരോ ആൾക്കാരും നമ്മുടെ ഫെസ്റ്റിവൽസിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാനായിട്ട് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇവരൊന്നും ഇല്ലാതെ നമ്മുടെ ഫെസ്റ്റിവൽസ് കംപ്ലീറ്റ് ആകുമോ എന്നും സംശയമുണ്ട്. ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇത്തരം കച്ചവടക്കാരിൽ നിന്നുമെല്ലാം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. എന്തായാലും കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.